ഗുഡ് മോർണിംഗ് ഓൾ. എങ്ങോട്ട് ഇരുട്ടത്തെന്നല്ലേ ചോദിക്കുന്നത്? രാത്രിയല്ല, നേരം പുലർച്ചെയായിട്ടുണ്ട്. ഒരു 4:30-5 മണി സമയം. നമ്മളങ്ങനെ ഷൊർണൂർ എത്തി. നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഒരു 1 ഡേ ട്രിപ്പാണ്, മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. നമ്മുടെ വീട് ചേലക്കര ആയതുകൊണ്ട് നിലമ്പൂർ, ഗൂഡല്ലൂർ, അങ്ങനെ മസനഗുഡി, ഊട്ടി പോകാനാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ നമ്മൾ നിലമ്പൂർ എത്തി. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിരാവിലെ കാരണം തന്നെ തേക്ക് മ്യൂസിയം ഓപ്പണിംഗ് ഒന്നല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. നമ്മൾ പോകുന്ന വഴിയിൽ നിലമ്പൂർ തേക്ക് മ്യൂസിയം കണ്ടു. പിന്നെ നിലമ്പൂർ പാട്ട് നടക്കുന്നതിൻ്റെ തിരക്ക്, ആ ഏരിയയും നമ്മൾ കണ്ടിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ കരിമ്പുഴ, നല്ല പേര് കേട്ടൊരു പുഴയാണ് കരിമ്പുഴ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നാടുകാണി ചുരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് നാടുകാണി ചുരം. മറ്റു ചുരങ്ങളെ വെച്ച് നോക്കുമ്പോൾ അധികം ബെൻഡുകൾ ഇല്ലാണ്ട് സ്മൂത്തായി തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ചുരമാണ് നാടുകാണി ചുരം. ചില സമയത്ത് ആനകൾ, വൈൽഡ് അനിമൽസിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ചുരത്തിൽ, പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നാടുകാണി ചുരം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ചുരം കണ്ടുപിടിച്ചത്. ബ്രിട്ടീഷുകാരനായ വില്യം ക്യാപ്സെയിനാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളും അതുപോലെ ബ്രിട്ടീഷുകാരും കൂടി സുഖമായിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ചുരം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് വരും. അവിടെ നമ്മൾ എൻട്രി പോലെ ഒരു 30 രൂപ കൊടുക്കണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തായാലും പാസ് എടുത്തിരിക്കണം. പാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ എടുത്തു പോകായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ചാർജ് വാങ്ങാനുള്ള ഒരു ഫൈൻ പോലെ, എങ്ങനെയാണ് നമ്മുടെ കേരളയിൽ നിന്ന് പൈസ പിഴിയാന്ന് നോക്കിയിട്ടാണ് തമിഴ്നാട്ടുകാർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നിന്ന് പൈസ എക്സ്ട്രാ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട്, തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മൾ ഗൂഡല്ലൂർ ടൗണിലെത്തി. ആവശ്യത്തിന് നല്ല തിരക്കുള്ളൊരു ടൗൺ തന്നെയാണ് ഗൂഡല്ലൂർ ടൗൺ. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇനി നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്കാണ്. മുതുമലൈ ടൈഗർ റിസർവിലൂടെ വേണം നമുക്കിനി കുറേ നേരം യാത്ര ചെയ്യാൻ. മസനഗുഡിയൊക്കെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാണെന്ന് തന്നെ പറയാം. നമുക്ക് പോകുന്ന വഴിയിൽ ഇരു സൈഡുകളിലും ധാരാളം മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ നമുക്ക് കാണുന്നത് സ്പോട്ടഡ് ആയിട്ടുള്ള, നമ്മൾ പുള്ളിമാൻ എന്നൊക്കെ പറയില്ലേ, അതിന് നമ്മൾ കൈച്ചൽ എന്ന് പറയും. ആ വർഗത്തിൽപ്പെട്ട പുള്ളിമാനുകളുള്ള മാനുകളാണ്. ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ മാനുകളെ കാണുന്നത്. ആ വഴി തേപ്പക്കാട് മുതൽ നമുക്ക് മസനഗുഡി ടൗൺ എത്തുന്ന ആ 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മാനുകളെ കൂട്ടമായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ മാനുകളെ കണ്ടുവരുമ്പോഴാണ് നമ്മൾ നമ്മുടെ സൈറ്റിങ് കിട്ടിയത്. ഒരു എലിഫൻറ്റ്, ഒരു ആനയാണ് നമ്മുടെ റോഡിൻ്റെ തന്നെ അരികിലാന്ന് തന്നെ പറയാം. കുറച്ച് അടുത്തായിട്ട് അവരിന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മസനഗുഡി വഴി വരുന്ന എല്ലാവർക്കും ഈ ഒരു ആനേനെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ കണ്ട മിക്ക വീഡിയോസിലും ഈ ഒരു ഏരിയയിൽ ഈ ആനേനെ എപ്പോഴും സ്പോട്ട് ചെയ്യാറുണ്ട്.
അങ്ങനെ നമ്മളിനി പോകാൻ പോകുന്നത് കാർഗുഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരു 10:11 ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് കാട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ കാട്ടുപോത്ത് കാട്ടീനെ കണ്ടത്. നമ്മൾ ഫസ്റ്റ് ഒരെണ്ണത്തെയാണ് ഇതിൽ കാണാണ്ടോയെന്ന് അറിയില്ല, ഒരെണ്ണത്തെ കണ്ടത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കാട്ടുപോത്തിനെ കാണാൻ പറ്റി. വീണ്ടും മാനുകളാണ് രണ്ട് സൈഡും. ഇനി നമ്മൾ മസനഗുഡി എത്തുന്ന വരെ നമുക്ക് രണ്ട് സൈഡും മാനുകളെ കാണാൻ പറ്റും. അങ്ങനെ മാനിനെ കണ്ട് മാനുകളെ ആസ്വദിച്ച് വരുന്ന സമയത്താണ് ഒരു മലയുടെ മുകളിലായിട്ട് നമ്മളൊരു കൊമ്പനെ കണ്ടത്. എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് അറിയില്ല. അവിടെ ഒരു കൊമ്പൻ പുല്ലൊക്കെ പറിച്ച് മരക്കൊമ്പൊക്കെ ഒടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇളകുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്തെങ്കിലും. നല്ലൊരു വലിയൊരു കൊമ്പൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ റോഡിൽ നിന്ന് നമ്മൾക്ക് നല്ല ഹൈറ്റിലാണ് ആൾ നിൽക്കുന്നത്. അതിനെ നോക്കി തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ അടുത്ത കൊമ്പൻ ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് രണ്ട് സൈഡും നോക്കണം. നമ്മൾ ചിലപ്പോൾ ഒന്നിനേ കാണുള്ളൂ. പെട്ടെന്നായിരിക്കും അപ്പുറത്തെ സൈഡിൽ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. എപ്പോൾ വേണമെങ്കിലും എനിമൽസ് വരാം. പറഞ്ഞ ലിമിറ്റഡ് സ്പീഡിൽ തന്നെ പോകണം. നമ്മളപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ മൂന്നാമത്തെ ആനയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ നമ്മുടെ നാലാമത്തെ ആന. മസനഗുഡി ടൗൺ എത്തിയിട്ടില്ല. അതിന് മുന്നേയുള്ള വേറൊരു ജിമ്മ് കുറേ ഡൈവർഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. വളരെ ചുരുങ്ങിയ എമൗണ്ടിന് തന്നെ ഒരു ജീപ്പിന് 600 രൂപയൊക്കെ പറഞ്ഞത്. മസനഗുഡിയിൽ തന്നെ കുറച്ച് ഓഫ് റോഡ് ട്രക്കിംഗ് ഏരിയാസ് ഉണ്ട്. എനിമൽ സൈറ്റിംഗ് കിട്ടുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എത്രത്തോളം സാധിക്കും നമുക്ക് അറിയില്ല. ഈ ഒരു ഭാഗം നല്ല മനോഹരമായ ഭാഗമാണ്. കുഞ്ഞ അരുവിയുടെ അവിടെ മയിലുകൾ നടക്കുന്നുണ്ട്, മാനുകളുണ്ട്. നമുക്കറിയാം ഏത് സ്ഥലത്തിൽ പോവുകയാണെങ്കിലും അവിടെ ഓരോ സ്പോട്ട് എത്തുമ്പോഴും അവിടെ കാണുന്ന അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എനിമൽസിനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ കാട്ടിലൂടെ എപ്പോഴും ഡ്രൈവ് ചെയ്യാനും പോവാനുമായിട്ട്. അങ്ങനെ നമ്മൾ മസനഗുഡിയുടെ ടൗൺ ഭാഗത്തേക്ക് എത്തി. നമുക്ക് മസനഗുഡി ടൗണിൽ നിന്നും 29 കിലോമീറ്റർ ആണ് കേട്ടോ ഊട്ടിക്കുള്ളത്. വളരെ അടുത്ത് തന്നെയാണ് ഊട്ടിയുള്ളത്. ഇവിടുന്ന് മസനഗുഡി നമ്മൾ ഊട്ടി വഴിക്ക് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 36 ഹെയർ പിന്ന് കയറാനുണ്ട്.
നല്ല മനോഹരമായ കാഴ്ചകളുള്ള ഹെയർ പിൻസാണ്. അങ്ങനെ നമ്മൾ ഹെയർ പിന്നുകൾ കയറി തുടങ്ങി. നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലൂടെയാണ് പോകുന്നത്. ആ ഊട്ടി ഏരിയ, ഈ റീജിയനൊക്കെ നീലഗിരി ഡിസ്ട്രിക്ട്സിൽ വരുന്ന ഭാഗങ്ങളാണ്. ചുരം കയറി മുകളിലേക്ക് എത്തുന്തോറും തണുപ്പ് വരുന്നുണ്ട്, കോട മൂടി മൂടി വരുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ്. ഇത്ര നേരം നമ്മൾ നാടുകാണിന്നും നമ്മുടെ മസനഗുഡി വഴി വരുന്നേക്കാളും നല്ലൊരു ക്ലൈമറ്റാണ്. ചുരം കയറി വരും തോറും നല്ല തണുപ്പും അതുപോലെ തന്നെ കോട മൂടി മൂടി വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അവരുടെ കൃഷി സ്ഥലങ്ങളാണ്. ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. തട്ട് തട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കൃഷി സ്ഥലത്തെ സാധനങ്ങൾ അവർ കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ ചുരം കയറി വരുമ്പോൾ നമ്മളൊരു വ്യൂ പോയിൻ്റ് പോലെ കണ്ടു. ഒരു ചെറിയൊരു ടീ ഷോപ്പാണ്. അവരുടെ തന്നെ നമ്മുടെ വാച്ച് ടവർ പോലെ അവരൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. കോട വന്ന് നമ്മളങ്ങനെ മൂടിപ്പോകുന്ന അത്രയും കോടയാണ് അവിടെ ഉള്ളത്. അവിടുന്ന് നമ്മൾ ഊട്ടി എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് പോയി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ബോട്ടിംഗ് ആയിരുന്നു. ബോട്ടിംഗ് ഹൗസിൽ പോയിട്ട്
നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല, നമ്മളവിടെയുള്ള എല്ലാ കാഴ്ചകളും നടന്ന് കണ്ടു. ഞാൻ ഇതിന് മുന്നൊരു വട്ടം ഊട്ടി പോയിട്ടുണ്ട്. അന്ന് പോയപ്പോഴുള്ള ബോട്ടിങ് ഏരിയാസും ഇന്നത്തെ ഏരിയാസും കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുറേ ആക്ടിവിറ്റീസ് ചിൽഡ്രൻസിനെ ബേസ് ചെയ്തിട്ട് ചിൽഡ്രന് വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷനാണ്. അത് അടുത്ത വട്ടം മുമ്പേക്കും ഡെവലപ്മെൻറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ പോയപ്പോൾ ഞാൻ ഈ ടോളി ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഈ മിനി ട്രെയിനിൽ കയറണം എന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ പോയത്. അപ്പോൾ ഒരാൾക്ക് 60 രൂപയാണ് കേട്ടോ. പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മറ്റേ പൈതൃകമായിട്ടുള്ള ആ ട്രെയിനിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ ടൈമും ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അതിൻ്റെ പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ട്രെയിൻ യാത്ര ആകെ ഒരു കുറച്ച് കിലോമീറ്റർ ഈ ലൈക്കിൻ്റെ അടുത്തു കൂടെ പോവും, അത്രയേ ഉള്ളൂ. പിന്നീട് നമ്മൾ അവിടുന്ന് പോയത് പൈൻ മരത്തോട്ടം കാണാനാണ്. പൈൻ ഫോറസ്റ്റ് കാണാൻ ഇതിനേക്കാളും ഭേദം നമ്മുടെ വാഗമണ്ണത്തെ പൈൻ ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ അതിന് പറയാൻ മാത്രം പൈൻ മരങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. എൻട്രി ഫീ വെച്ചാൽ ഭയങ്കര എൻട്രി ഫീ. അപ്പം ഞങ്ങൾ കയറിയില്ല, ചുമ്മാ പുറത്തുനിന്ന് കണ്ടു. പിന്നെ നമ്മളിങ്ങനെ പോണത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനും നമ്മുടെ ലേക്കും ബോട്ടിങ്ങിൻ്റെ ലേക്കും ഒരേ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും അടുത്തടുത്തുള്ള പ്ലേസുകൾ നോക്കി അത് കവർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ആദ്യം ലേക്ക് നോക്കി, പിന്നെ പൈൻ ഫോറസ്റ്റ് നോക്കി, പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ബൊട്ടാണിക്കൽ ഗാർഡനും നമ്മുടെ ലേക്കും ഒരേ വഴിയിൽ അടുത്തടുത്തായിട്ട് തന്നെയാണ് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നമ്മൾ ഓൾറെഡി അടുത്തുള്ള ഡെസ്റ്റിനേഷൻസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഒരേ വഴിയിലുള്ള ഡെസ്റ്റിനേഷൻസ് കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ അതും അടുത്ത് വരുന്നത് നോക്കി ചൂസ് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് സമയം ലാഭിക്കാനൊക്കെ അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ റൂട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊരു ഒരു 3 മണി 3:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളന്ന് വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അന്ന് ഇതിനേക്കാളും കുറച്ചും കൂടി ലേറ്റായിട്ടാണ് വന്നേ തോന്നുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, തിരക്ക് കുറവാണ്. അധികം ഷോപ്സും അങ്ങനെ കാണാനൊന്നുമില്ല. ഭയങ്കര തിരക്ക് കുറഞ്ഞ റോഡ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് ആദ്യം ടിക്കറ്റ് ഉണ്ട്, 100 രൂപയാണ് ഒരാൾക്ക്. ഇത് ഗ്ലാസ് ഹൗസാണ്. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ റോസാപ്പൂക്കൾ, പിന്നെ ഇതുവരെ കാണാത്ത കുറേ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാനായിട്ട്. അവിടുന്ന് നമ്മൾ ഗ്ലാസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ചുറ്റും നമ്മൾ നടന്നു പുൽമേടുകളിലൂടെ നല്ല ഭംഗിയുള്ള രസത്തിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോയി. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ മാർക്കറ്റിൽ കിട്ടുക. നല്ലൊരു മാർക്കറ്റാണ് ടിബറ്റൻ മാർക്കറ്റ്. അതിൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ ചോളം, ഊട്ടിപ്പൂ അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റും ചോളമൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മളൊരു 1 ഡേ ട്രിപ്പായിരുന്നല്ലോ. നമുക്ക് തിരിച്ച് ലേറ്റ് അധികം ആവണേക്കാളും ഒരു 10 മണി 12 മണിൻ്റെ ഉള്ളിൽ തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളങ്ങനെ ഉദകമണ്ഡലത്തിനോട് യാത്ര പറഞ്ഞു റിട്ടേണായി. ശ്രദ്ധിക്കേണ്ട കാര്യം, മസനഗുഡി വഴി പോവാൻ മാത്രമാണ് അവർ സമ്മതിക്കുള്ളൂ. തിരിച്ചു വരുമ്പോൾ ആ വഴി കൂടെ തിരിച്ചു വരാൻ സമ്മതിക്കുന്നില്ല.
പിന്നെ എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കുക. പോകുമ്പോൾ ബസ്സിനും വഴി പോവുക. തിരിച്ചു വരുമ്പോൾ നമ്മുടെ നോർമൽ റൂട്ടായിട്ടുള്ള മേട്ടുപാളയം വഴി തിരിച്ചു വരാൻ നോക്കുക. മേട്ടുപാളയം വഴി പോയിട്ട് ബസ്സിനും വഴി തിരിച്ചു വരാമെന്ന് വിചാരിക്കേണ്ട. ഇപ്പം എന്താണെന്ന് അറിയില്ല, എന്തോ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. തിരിച്ചു പോകുന്ന ആരെയും മസ്രകുടി വഴി ഇറക്കി വിടുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള വഴിയിലാണ്. നമ്മളിനി കൂർനൂറാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലം നമ്മൾ എത്തുക. പോകുന്ന വഴിയിൽ നല്ല വ്യൂസാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻറ്റ്സാണ്. നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാട്ടുപോത്തിനെ വീണ്ടും കണ്ടു. എനിക്ക് തോന്നുന്നത് അത് സ്ഥിരമായിട്ട് അവിടെ വരുന്നതായിരിക്കും. അതിനൊരു പേടിയൊന്നുമില്ല, വഴിയായിരിക്കില്ല തന്നെ അത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗി കേട്ടോ പോണ വഴിയിൽ. നമ്മുടെ ആ ഊട്ടിയുടെ എല്ലാ ഭംഗിയും തട്ടായിട്ട് വീടുകളും എല്ലാവരും ഭയങ്കര കളർഫുള്ളായിട്ടാണ് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്. ഇത് കാണാനാണ് ഏറ്റവും നല്ല ഭംഗി. കണ്ടോ, തട്ടായിട്ട് എന്ത് ഭംഗിയില്ല വീടുകൾ. അങ്ങനെ നമ്മൾ കൂർനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ആ പൈതൃക ട്രെയിനില്ലേ, അത് ഇവിടുന്ന് മേട്ടുപ്പാളയം എത്തി കൂർനൂറാണ് ഉള്ളത്. അപ്പോൾ അതിൽ പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒരു ട്രെയിൻ യാത്ര ട്രാവൽ ചെയ്യാൻ നോക്കുക. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നെക്സ്റ്റ് അതാണ് പ്ലാൻ. ഇനിയുള്ള ട്രിപ്പിൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ട്രെയിനിൽ വരണമെന്നാണ്. അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോഴേക്കും നമുക്ക് നന്നായി ഒരു 5:30-6 മണിക്ക് ആവാറായിട്ടുണ്ട്. ക്ലൈമറ്റിലും അതനുസരിച്ച് നല്ല ചേഞ്ച് വരുന്നുണ്ട്. കോട കയറി തുടങ്ങി. നമ്മളിങ്ങനെ ചുരമിറങ്ങി വരുന്ന സമയത്ത് ഒരു ചെറിയ വാട്ടർഫോൾ കണ്ടിട്ടോ, ഭയങ്കര ദൂരെയാണ്. അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ പാലക്കാട് വഴി വീട്ടിലേക്ക് തിരിച്ചു വന്നു.